ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ റിവിഷൻ തുടങ്ങാൻ പോവാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് PSC പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ ചോദ്യങ്ങളും എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വൈഡായിട്ട് നമ്മൾ തന്നെ റിവിഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്താണ് ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്താണ് ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അറിയാമോ, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതെ, എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മലനിരകൾ. നമ്മൾ എന്താ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്നായിട്ട് എന്തിനെ? ഉത്തരപർവ്വത മേഖലയെ തിരിക്കാം. എവിടെയാണ് ഉത്തരപർവ്വത മേഖല കിടക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലകളെന്ന് വിളിക്കുന്നത്. അത് മൂന്നായിട്ടാണ്: ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മലനിരകൾ. അപ്പോൾ നമുക്ക് ട്രാൻസ് ഹിമാലയൻ മലനിരകളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ട്രാൻസ് ഹിമാലയൻ നിരകൾ എവിടെയായിട്ടാണ്? നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ മാപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ തലയെടുപ്പോടും നിൽക്കുന്ന ജമ്മു കാശ്മീർ ഒന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ഏത്? ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയ മേഖലയിൽ വരുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ട്രാൻസ് ഹിമാലയ മേഖലയിൽ വരുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജമ്മു കാശ്മീരിന് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. PSC ഇങ്ങനെയും കൂടെ ചോദിക്കും. എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നും PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം. നമുക്ക് എന്ത് പറയാം? ജമ്മു കാശ്മീരാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്നൊരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആ പർവ്വതനിര കാരക്കോറമാണ് ആ പർവ്വതനിര. ഓക്കെ, സിന്ധു നദിയുടെ എവിടെ? പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. അതുപോലെ തന്നെ പാമീർ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന പർവ്വതനിര ഏത് എന്നും PSC ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പാമീർ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന പർവ്വതനിര. അതിനുത്തരവും കാരക്കോറം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ചു, പാമീർ പീഠഭൂമിയിൽ നിന്ന് ആരംഭിച്ച് സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? കാരക്കോറം. ഓക്കെ, അപ്പോൾ ഈ കാരക്കോറം സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഏത് പർവ്വത മേഖലയിലാണ്? ട്രാൻസ് ഹിമാലയൻ മേഖലയിലാണ് ഏത്? കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറമാണ്. പാമീർ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന പർവ്വതനിരയും ഏത് തന്നെയാണ്? കാരക്കോറമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ ഇത് ചോദിച്ച് കേട്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന്. ഏതാണ് ഉത്തരം? അറിയാവുന്നവരും പറഞ്ഞു നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. അതായത് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നുകൂടി അറിയപ്പെടുന്ന മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഏത്? കൊടുമുടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ട് വേറൊരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതണം? അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്, അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാലും മൗണ്ട് K2 ഉത്തരം എഴുതാൻ പറ്റത്തില്ല. അതിൻ്റെ ഉത്തരം കാഞ്ചൻജംഗയാണ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കാശ്മീർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അതായത് തർക്കത്തിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ്. ഓക്കെ, അപ്പോൾ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നോ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? കാഞ്ചൻജംഗ എന്നുത്തരം എഴുതാം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്ത് തന്നെ എഴുതണം?
മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനാസിൻ തന്നെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. ഈ മൗണ്ട് കേറ്റു ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ ഇന്ത്യയിലാണ്. ഓക്കെ, മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാക് അധിനിവേശ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പോർഷൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പാക് അധിനിവേശ ഇന്ത്യയിലാണ് ഏത് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കുമ്പോൾ എന്ത് വരും? മൗണ്ട് കേറ്റു എന്ന് ഉത്തരം വരും. എന്നാൽ പൂർണ്ണമായ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതോ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? കാഞ്ചൻജംഗ എന്ന് ഉത്തരം എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെയും ചോദിക്കും, എങ്ങനെ? പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കുന്നു: ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മലനിരകൾ. ഓക്കെ, ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയ. ഓക്കെ, ട്രാൻസ് ഹിമാലയ മേഖലയിൽ വരുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനം അതെ ജമ്മു കാശ്മീർ. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കുന്നു? പാമീർ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നു. എവിടെ? അത് ഏത്? കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനാസിനാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കാഞ്ചൻജംഗയാണ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ ഇന്ത്യയിലാണ്. അതുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? മൗണ്ട് കേറ്റു എന്നും ഉത്തരം എഴുതാം. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് കേറ്റു. ഇന്ത്യയിലെ ഒന്നാമത്തെ ആണെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അതെ, എവറസ്റ്റാണ്. ഓക്കെ, അപ്പം മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8611 മീറ്ററാണ്. 8611. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഉയരം 8611, അതായത് 8611 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ എവറസ്റ്റിൻ്റെയോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിൻ്റെ എത്രയാണ്? 8848 മീറ്റർ. 8848. മറ്റത് 8611 രണ്ടാമത്തത്, 8848 ഒന്നാമത്തത്. ഓക്കെ, ഇനി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാ? അതെ, കാരക്കോറം തന്നെയാണ്. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന പർവ്വതനിരയായ കാരക്കോറത്തിൽ തന്നെയാണ് ഏത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്ലേസിയറാണ് സിയാച്ചിൻ. ഓക്കെ, കാരക്കോറം പർവ്വതനിരയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്ലേസിയറാണ് സിയാച്ചിൻ. ഈ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ എന്താ? കരക്ക് മുകളിലൂടെ പാളികളായും പർവ്വതച്ചെരുവിലെ വിശാല താഴ്വരയിലൂടെ രേഖീയമായും ഒഴുകിയിറങ്ങുന്ന ഹിമപിണ്ഡം, അതായത് ഐസ്, അതാണ് ഹിമാനി അഥവാ ഗ്ലേസിയർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സിയാച്ചിൻ എടുത്തു കഴിഞ്ഞാൽ സിയാച്ചിൻ്റെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിമാനികൾ അഥവാ ഗ്ലേസിയറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടു കിടക്കുന്ന പർവ്വതനിര ഏത്? കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടു കിടക്കുന്ന പർവ്വതനിര ഏത്? ഉത്തരം അറിയാവുന്നവർക്ക് പറയാം. അതെ, ഹിന്ദുക്കുഷാണ് ഉത്തരം. അത് അറിയില്ലാത്തവർ കേട്ടോളുക. കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടു കിടക്കുന്ന പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. കാരക്കോറത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മരനിരയാണ് പീർ പഞ്ചൽ. ഓക്കെ, അപ്പോൾ ഹിന്ദുക്കുഷ് എവിടെയാണ്? കാരക്കോറം നിരകൾക്ക് വടക്കായിട്ട്. കാരക്കോറത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പീർ പഞ്ചൽ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡുമായി ഏതാ? തെക്കുമായി വടക്കുമായി. വടക്ക് ഹിന്ദുക്കുഷും തെക്ക് പീർ പഞ്ചലും. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. കൈലാസം എല്ലാവരും കേട്ടിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? യെസ്, ടിബറ്റാണ് ഉത്തരം. ഓക്കെ, കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റാണ്. കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര് ക്യാങ് റിംപോച്ചെ എന്നാണ്. ക്യാങ് റിംപോച്ചെ. റിംപോച്ചെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ യോധ സിനിമ ഓർക്കുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേരാണ് ക്യാങ് റിംപോച്ചെ. അടുത്ത ചോദ്യം, മൗണ്ട് കേറ്റുവിൻ്റെ തദ്ദേശീയമായ പേരുകൾ. അതായത് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരുകൾ അറിയപ്പെടത്തില്ലയോ? അങ്ങനെ മൗണ്ട് കേറ്റു പല പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തദ്ദേശീയമായി അറിയപ്പെടുന്ന ഓരോരോ പേരുകളാണ്. ലംബ പഹാർ ഒരെണ്ണം, അടുത്തത് ദാപ്സാങ്, അടുത്തത് ചെഗോറി. ഓക്കെ,
ചൊഗോറി. ലംബ പഹാർ, ദാബ്സാങ്, ചൊഗോറി എന്നിങ്ങനെ മൗണ്ട് കെ2 തദ്ദേശീയമായി അറിയപ്പെടുന്ന പേരുകളാണ്. ഓക്കെ, ഇനി കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏതാണ്? കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ്. ഇപ്പം നിങ്ങൾ പറയും കാരക്കോറമാണ്, കാരണം നമ്മൾ കാരക്കോറമാണല്ലോ ഉത്തരം നേരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാതെ കേട്ടാലും എന്ത് ചെയ്യണം? കാരക്കോറം എന്ന് തന്നെ നിങ്ങൾ ഉത്തരം പറയണം. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഓക്കെ, റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? റുഡ്യാർഡ് കിപ്ലിംഗ്. ഈ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് ഏത്? കാരക്കോറം. ഓക്കെ, റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വത നിരയാണ് കാരക്കോറം. അപ്പം നമ്മൾ 19 ചോദ്യങ്ങളോളമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അഥവാ വടക്ക് കിഴക്കൻ നിരകൾ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയ മേഖലയിൽ വരുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അടുത്തത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് കാരക്കോറം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഓരോരോ ചോദ്യങ്ങളായിട്ട് കേട്ട് എഴുതുക. ഓരോ ചോദ്യങ്ങൾ കേട്ട് ചോദ്യം മാത്രം ഒരു സൈഡിൽ എഴുതുക. 1-2 പേജസ് വിട്ടതിന് ശേഷം ഉത്തരങ്ങളെന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് ഈ ക്രമ നമ്പർ അനുസരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ തനിയെ എഴുതാൻ ശ്രമിക്കുക. ഏതെങ്കിലും വിട്ടുപോയാൽ അത് മാത്രം എന്ത് ചെയ്യുക? ഓഡിയോ കേട്ടുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? മെമ്മറി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചോദ്യം എഴുതി അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാലോചിക്കും. അയ്യോ ഇത് ശരിയാണ്, എന്താണ് ഇതിന് ഉത്തരം, എങ്ങനെ വരും, അന്നേരം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഓർമ്മശക്തി നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നിങ്ങളിങ്ങനെ എഴുതി വെക്കുക. ചോദ്യങ്ങൾ എഴുതി വീഡിയോ തീർന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ എഴുതിയതിന് ശേഷം 2-3 പേജസ് വിട്ട് ഓരോ ചോദ്യം വായിക്കുക, അതിൻ്റെ ഉത്തരം എഴുതുക. ഏതെങ്കിലും ഡൗട്ട് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് ആ പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം നോക്കണം. വീണ്ടും നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങൾ എഴുതിയ പോർഷനായിരിക്കണം റിവിഷൻ ചെയ്യേണ്ടത്. അതായത് ചോദ്യങ്ങൾ മാത്രം എടുത്തു വെച്ച് വായിക്കുക. ഡൗട്ട് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡൗട്ട് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? അപ്പുറത്തെ പേജിലേക്ക് മറിച്ച് ഉത്തരം നോക്കുക. ചോദ്യത്തിനോടൊപ്പം തന്നെ നമ്മൾ ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ ചോദ്യം വായിക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ മനസ്സിലേക്ക് ഉത്തരമായിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആദ്യം ചോദ്യം മാത്രം എഴുതുക, പിന്നീട് 1-2 പേജിൽ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വരെ പറഞ്ഞത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. സിന്ധു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. പാമീർ പീഠഭൂമിയിൽ ആരംഭിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. ഓക്കെ, പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. ആദ്യത്തേത് എവറസ്റ്റ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2വിൻ്റെ ഉയരം 8611 മീറ്റർ. അപ്പോൾ എവറസ്റ്റിൻ്റെത് 8848 മീറ്റർ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. കാരക്കോറം പർവ്വതനിരയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്ലേസിയർ ഏതാണ്? സിയാച്ചിൻ. ഓക്കെ, കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടുകിടക്കുന്ന പർവ്വതനിര ഏതാണ്? ഹിന്ദുക്കുഷ്. കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിര പീർ പഞ്ചൽ. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റ്. കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര് കാങ് റിംപോച്ചെ. ലംബ പഹാർ, ദാബ്സാങ്, ചൊഗോറി എന്നിങ്ങനെ. ഓക്കെ, അതിൽ ഈ ലംബ പഹാർ എന്ന് പറയുന്ന ഉറുദു ഭാഷയിൽ വരുന്ന ഒരു സാധനമാണ്. ഈ ചൊഗോറി എന്ന വാക്ക് ബൽത്തി എന്ന് പറയുന്നൊരു ലാംഗ്വേജാണ്. അപ്പം ഓക്കെ, അതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ലംബ പഹാർ, ദാബ്സാങ്, ചൊഗോറി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും മൗണ്ട് കെ2 ആണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. റുഡ്യാർഡ് കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. യൂസ്ഫുള്ളായിട്ട് തോന്നി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.